കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ 6-വരിപ്പാതയുടെ ആദ്യ 2 റീച്ചുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രവും സംസ്ഥാനവും. ദേശീയപാത 66-ലെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 6-വരിപ്പാതയും വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ 6-വരിപ്പാതയുമാണ് പ്രധാനമന്ത്രി നാടിന് നൽകുക. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ പദ്ധതികൾ വലിയ സഹായകരമാകും. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 6-വരിപ്പാത നിർമ്മിക്കാൻ ഏകദേശം 2650 കോടി രൂപയാണ് ചെലവായത്. മുംബൈ കന്യാകുമാരി എക്കണോമിക് കോറിഡോർ എന്ന വലിയ ദേശീയ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായാണ് ഈ റോഡ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ പാത പൂർത്തിയാകുന്നതോടെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ തമ്മിലുള്ള യാത്ര കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും നടത്താൻ സാധിക്കും. മംഗളൂരു, മുഴുപ്പിലങ്ങാട് തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായുള്ള ബന്ധവും ഇതിലൂടെ ശക്തമാകും. അതോടൊപ്പം കാസർഗോഡ്, പയ്യന്നൂർ, ബേക്കൽ, കണ്ണൂർ എന്നീ പ്രധാന നഗരങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടും. അഴീക്കൽ പോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാന തുറമുഖങ്ങളുമായി ഗതാഗത ബന്ധം കൂടുതൽ കാര്യക്ഷമമാകുന്നതിനും ഈ പദ്ധതി സഹായകരമാകും. ഇതിലൂടെ ചരക്കു ഗതാഗതം വേഗത്തിലാവുകയും വ്യാപാര മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ 6-വരിപ്പാത നിർമ്മാണത്തിനായി ഏകദേശം 2140 കോടി രൂപയാണ് ചെലവഴിച്ചത്. നിലവിലുള്ള വിഭജിക്കാത്ത 2-വരിപ്പാതയെ ഇരുവശങ്ങളിലും സർവീസ് റോഡുകളുള്ള ആധുനിക 6-വരി ദേശീയപാതയായി ഉയർത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഇതുവഴി നഗരത്തിനകത്തെ ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറയ്ക്കാനും വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. കോഴിക്കോട് നഗരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള യാത്രാസമയം ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. മുൻപ് 1 മണിക്കൂറിലധികം എടുത്തിരുന്ന യാത്ര ഇപ്പോൾ ഏകദേശം 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലും അപകട സാധ്യത കുറയ്ക്കുന്നതിലും ഈ വികസനം നിർണായക പങ്കുവഹിക്കും. കോഴിക്കോട് ബീച്ച്, ബേപ്പൂർ പോർട്ട്, കാപ്പാട് ബീച്ച് തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും ഇതിലൂടെ കൂടുതൽ എളുപ്പമാകും. വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്കും ഹോട്ടൽ, വ്യാപാര മേഖലകൾക്കുമെല്ലാം ഇതുവഴി വലിയ ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയപാതയുടെ ഉദ്ഘാടനത്തിനൊപ്പം ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്ന നടപടികൾക്കും തുടക്കമാകും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ ഭാഗമായി കേരളത്തിൽ നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ ഗ്രാമീണ റോഡുകൾ മലയോര മേഖലയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും തമ്മിൽ കൂടുതൽ അടുത്തിടപഴകുന്ന തരത്തിൽ ബന്ധിപ്പിക്കും. ഇതിലൂടെ കർഷകർക്ക് തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കൂടുതൽ സൗകര്യം ലഭിക്കുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാവുകയും ചെയ്യും. ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുന്നതിലൂടെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു വരുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഗതാഗത സൗകര്യങ്ങളുടെ വികസനം സംസ്ഥാനത്തിന്റെ സമഗ്ര സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ റോഡ് വികസന രംഗത്ത് നിർണായക മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്ന ദേശീയപാത 66-ന്റെ വികസനം പൂർത്തിയായതോടെ സംസ്ഥാനത്തിന്റെ വടക്കു മുതൽ തെക്ക് വരെയുള്ള യാത്രാ സൗകര്യം വലിയ രീതിയിൽ മാറിമറിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങ് സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ MP രാജേഷും K കൃഷ്ണൻകുട്ടിയും ചടങ്ങിനെത്തിയില്ല. അതിനിടെ മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമാന്തര ഉദ്ഘാടനം നടത്തിയത്. ദേശീയപാത 1 റീച്ച് ജനകീയമായി തുറന്നു നൽകിയത് CH കുഞ്ഞമ്പു MLA ആണ്. ദേശീയപാതയിൽ കാസർഗോഡ് നുള്ളിപ്പാടിയിലായിരുന്നു സമാന്തര ഉദ്ഘാടനം. കൊച്ചിയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും മുമ്പായിരുന്നു സമാന്തര ഉദ്ഘാടനം നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമാന്തര ഉദ്ഘാടനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.